Hi friends, Teamwoodz മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലാംസ് റോക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡോൾഫിൻ ഷൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു 500 മീറ്റർ മാത്രം ഇപ്പുറത്തേക്ക് എത്തുന്ന സമയത്താണ് ഇതാ ഒരു ടീ ഫാക്ടറി ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു സ്ട്രോബെറി ഫാമും കൂടിയുണ്ട് കേട്ടോ ഇവിടെ. ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് നമുക്ക് ഈ ഡോൾഫിൻ ഹൗസിലേക്ക് പോവാം. ഓക്കെ, ഇത് കണ്ടില്ലെങ്കിൽ കുണൂർ സ്ട്രോബെറി ഫാം. ഇവിടത്തേക്ക് കയറാൻ വേണ്ടി എൻട്രി ഫീയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സ്ട്രോബെറി ഫാം വിസിറ്റേഴ്സ് അലൗഡ് ഫ്രീ എൻട്രി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മെല്ലെ നകത്ത് കയറിയിട്ട് സ്ട്രോബെറി ഫാം എന്ന് പറഞ്ഞിട്ട് വരാം. അപ്പോൾ ചങ്ങായിമാർകൾ കണ്ടില്ലേ, ഇതന്നെ സ്ട്രോബെറി ഫാം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് സംഭവം ഉള്ളത്. സ്ട്രോബെറി ഒക്കെ കാണുന്നുണ്ട്. ശരിക്കും ഇവരൊരു മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവിടെ ചെറിയൊരു കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്ട്രോബെറീൻ്റെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ കാണണമെന്നുള്ളവർക്ക് വരാം. നമ്മളിവിടുന്ന് കണ്ടു. ഇവിടെ പറിക്കാനൊക്കെ കാണുന്ന പാടില്ല പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ അപ്പുറത്ത് ഒരു ടീ ഫാക്ടറി കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മളെ സ്ട്രോബെറി ഫാമിന് തൊട്ട് മുകളിലായിട്ട് ടീ ഫാക്ടറി ഉണ്ട് കേട്ടോ. അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. വിസിറ്റേഴ്സ് അലൗഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ബെഞ്ച് മാർക്കിൻ്റെ ആണ് ഈ ടീ ഫാക്ടറി എന്ന് പറയുന്നത്. ഒരാൾക്ക് 30 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, മോളോട്ടേക്ക് വരണം. സ്മെല്ലടിക്കുന്നുണ്ട്. ചായപ്പൊടിൻ്റെ പച്ച ചായപ്പൊടി അല്ലേ, അങ്ങനെ മൈലാഞ്ചിയിൽ അരച്ചു ചപ്പരച്ചത്. சாயப்பொடி தான் இங்கே நம்ம ரெடி பண்ண போகிறோம். அப்படின்னா வீட்டிலேருந்து சரி நம்ம வீட்டில் குடிக்கிறோம்ல அந்த டீ லீவ்ஸில் வந்து என்றைக்குமே 3 டைப்ஸ் ஆஃப் டீ லீவ்ஸ் இருக்குது. ஃபஸ்ட்டு, செகண்டு, தேர்டு. கார்டனில் பறிக்கிற விதம் செப்பரேட்டாக இருக்கும். ஃபஸ்ட்டு வந்து ஒயிட் டீ. ஒயிட் டீன்றது பேபி லீவ், சில்வர் பட்ஸ் டீ. செகண்ட் டோ லீவ் க்ரீன் டீ. க்ரீன் டீனா 48 hours ஸ்டீம். மூணாவது வந்து ஆர்த்தடாக்ஸ். இதுதான் ஆர்த்தடாக்ஸ். இங்கே உணகருக்காக போட்டிருக்கு. கரிச்சு கழுகி உணகருக்காக இங்கே போட்டிருக்கு. ஜஸ்ட் அடியில் உணகருக்காக மாத்திரம் தான் இந்த ஸ்டேஜ். அப்போ அடியிலேருந்து நம்மளுக்கு தாழ இருந்து ஃபேன் வரும். ஃபேன் பட்டு அந்த டீ லீஃப் வந்து உணங்கிடும். உணங்கினதுக்கப்புறம் இதை ஓப்பன் பண்ணி இங்கேருந்து 250 kgs கீழே தரும்போது கீழே 40 minutes க்ரஷ் பண்ணும். அது நம்ம கீழே செகண்ட் ஸ்டேஜ். இது ஃபர்ஸ்ட் ஸ்டேஜ் விதரிங், செகண்ட் ஸ்டேஜ் உள்ள இப்படியே வந்துடும். ഓക്കെ, ഇവർ പറഞ്ഞാൽ മനസ്സിലായില്ല. നിങ്ങൾക്ക് ഏകദേശം ഇവിടെ കൊണ്ടുപോയി ക്ലീൻ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. അതിനുശേഷം ഈ ലീവ്സ് എന്ത് ചെയ്യും, ഇവർ ഈ കാണുന്ന താഴേക്ക് എടുക്കും. ഈ കാണുന്ന സംഭവത്തിലൂടെ താഴിലേക്ക് പുറത്തേക്ക് വിടും, താഴിലേക്ക് വിടും. അതാണ് സെക്കൻഡ് സ്റ്റേജിൽ താഴിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് താഴിലേക്ക് പോകാം. വിളിക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേജിലേക്ക് അവിടെ കുറച്ച് ആളെല്ലാം കാണുന്നു. മൈലാഞ്ചി അരക്കുന്നവരെ അരക്കുന്നതെല്ലാം കാണുന്നുണ്ട്. അതുവഴി എന്ത് പറഞ്ഞിലേക്ക് ഇത് മെയിനായിട്ട് പറഞ്ഞാൽ അരക്കുന്ന ഒരു പോർഷനാണ് ഇത്. നമ്മൾ മൈലാഞ്ചിയിൽ അരക്കുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ഹോളിലോട്ട് താഴിലേക്ക് എടുത്തിട്ട് ഈ മെഷീനിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അരക്കുന്നത്. ഇതാണ് മെഷീൻ. അത് അരക്കുന്ന ഒരു പ്രശ്നമാണ് നടന്നത്. അവിടെ അരച്ചിട്ട് പുറത്തേക്ക് എടുക്കുന്നതാണ്. അവിടെ നിന്ന് അരച്ചതിന് ശേഷം ஃபர்மெண்டேஷன் ஆயிட்டு இந்த இடத்துல. ஃபர்மெண்டேஷன் அப்படின்னா ஃப்ரெஷ் பண்ணி இந்த இடத்துல 1 hour படுத்திட்டு இந்த ஆக்சிடைசர் பியூர் வாட்டர் மூலமா ஒரு ஆக்சிடைசர் கொடுப்போம். ஆக்சிடைசர் பண்ணும்போது அது கலர் வந்து மருதாணி போல மாறும். காப்பர் ரெட் கலருக்கு மாறும். அதுக்கப்புறம் அது ரோஸ்டட் பண்ணுவோம். അവർ പറഞ്ഞ വെച്ചാൽ അവിടെ താഴേക്ക് വന്ന് ഫ്രഷ് പണിയിട്ട് 1 മണിക്കൂർ അവരെന്ത് ചെയ്യും, നമ്മളിതാക്കില്ല, എന്താ ചെയ്യും, 1 മണിക്കൂർ ചൂടാക്കുന്ന പോലെ കിട്ടിയ സാധനം നമ്മളെ കയ്യിൽ ഇപ്പം കണ്ടത് കേട്ടോ. അടുത്ത് വരുന്നത് അടുത്ത സ്റ്റേജ് നടക്കുന്ന സംഭവമാണ്. ரோஸ்டட் அப்படின்னா ஒரு சாதாரண ஒரு விறகு அடுப்பு தான்.
95 100 டிகிரி செல்சியஸில் ஓடிட்டு இருக்கும் இது. இதில் போட்டோம் 20 மினிட்ஸில் பாருங்கள் டீ வறுத்து அழகாக வெளியில் வரும். ட்ரை ஆகி வெளியில் வரும். സംഭവം ക്ലീൻ ചെയ്ത് അതിന് ശേഷം ഡ്രൈ ആക്കുന്ന ഒരു പ്രോസസ്സ് എടുത്തേക്ക് എടുക്കും. நம்ம அடுத்த ஸ்டேஜ் பார்ப்போம். ഇത് കാണിക്കും. இது வந்து அந்த டீயோட வேஸ்டேஜ். அந்த டீயோட வேஸ்ட் அப்படின்றது அந்த டீயில் இருக்கக்கூடிய ஸ்டெம்மு, டீயோட ஸ்டெம்மு, அந்த டஃப் லீஃப் இதெல்லாம் வேஸ்டேஜ். வளத்துக்கு மாத்திரம் தான் இது யூஸ் செய்யும். வளத்துக்கு மாத்திரம். இது வந்து லீஃப் டீ அப்படின்றது நம்மளோட வீட்டில் பிளாக் டீ யூஸ் பண்ணுறாங்கல்ல, கட்டனுக்கு மாத்திரம் இது. இது நம்ம பால் சேர்த்து குடிக்கும் டீ. இது வந்து ஸ்பைசஸ், ஏலக்காய், மசாலா, இலைச்சி, ஜிஞ்சர், லெமன் சொல்லிட்டு ஃப்ளேவர் ஐட்டம்ஸ் எல்லாம் இதில் நம்ம ஆட் பண்ணுறோம். ஓகேங்களா? ടീ പ്രോസസ്സിങ് അவ்வளோதான். ടീ ടേസ്റ്റിംഗ് ഇത് വേസ്റ്റ് ആണ് കേട്ടോ പറയുന്നത്. ഇത് നമ്മൾ ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്ന ടൈപ്പ് സാധനം. ഇത് കൺവേർട്ട് ആയിക്കാണ്ട് ഈ ഒരു തരത്തിലേക്കൊക്കെ സാധനങ്ങൾ മാറും. ഇത് സാധാരണ നമ്മൾ മസാല ടീ പോലുള്ള ചായ ടീ ആ സംഭവങ്ങൾ ഏടാക്കിയിട്ട് വരുന്നത്. ചായ കുടിച്ചോ പറഞ്ഞാൽ ചായ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട ശേഷം ചായയും കൂടി ഉണ്ട് കേട്ടോ. ग्रीन टी, ब्लैक टी, नॉर्मल टी, मसाला टी, ഏലക്ക ടീ. ഒരു മസാല ടീയും ഒരു നോർമൽ ടീയും കൂടി എല്ലാ ടീ കുറച്ച് മതി. ഇത് മസാല ടീ. മസാല ടീയാ കുടിച്ചു നോക്കും. ഇത് നോർമൽ ടീ. ഇത് ടീ ടേസ്റ്റ് கொஞ்சம் ഞാനും കുടിച്ചോട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ മസാല ടീ. ഏതാ സാർ ബൈക്ക് സർ ഗ്രീൻ ടീ. ഓ അടിപൊളി ചായ കേട്ടോ. ഇത് മസാല ടീ താനേ. മസാല ടീ അത് അത് നോർമൽ. ഇത് നോർമൽ. അങ്ങനെയുണ്ട്. ഏലക്ക ടീ ഉണ്ട്പ്പാ. ഏലക്ക ടീ ഉണ്ട്. அவங்க மலையாளம் தான். ആ ഏലക്ക തരും. ഇതൊക്കെ മലയാളത്തിൽ കേൾക്കാൻ ചേച്ചിക്ക് തീരുമാനിക്കാമല്ലോ മലയാളം ഫസ്റ്റ് ചേച്ചേ. നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്യട്ടെ, അതിന് ശേഷം ഇനിയും ബാക്കി കാണിക്കാം. അല്ലെങ്കിൽ ഇവ മാത്രം ടേസ്റ്റ് ചെയ്താൽ സംഭവം. നമ്മൾ ടീ ഫാക്ടറിയിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ? 30 രൂപ വെച്ച് കൊടുത്താലെന്ന് 60 റുപ്യനെ ചായ വെച്ച് ഒരാൾ 60 റുപ്യനെ ചായ വെച്ച് കുടിച്ചിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്തല്ല നമ്മളെടുത്താൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ 3 ടൈപ്പ് ചായകളാണ് ഉള്ളത്. ഒന്ന് നോർമൽ ടീ ഉണ്ട്, പിന്നെ വൈറ്റ് ടീ ഉണ്ട്, പിന്നെ ഗ്രീൻ ടീ. ഗ്രീൻ ടീ. വൈറ്റ് ടീ എന്ന് പറയുന്നത് കിലോഗ്രാമിന് 10,000 രൂപ. 10,000 രൂപ എങ്ങനെ റേറ്റ് വരും കേട്ടോ. അതിന് മേലത്തെ ഒരു ബഡ് മാത്രം കട്ട് ചെയ്തിട്ട് ചെയ്തത്. നമ്മളിപ്പം കണ്ട പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നോർമൽ ടീൻ്റെ പ്രോസസ്സിംഗ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അവർ നമ്മൾ കുടിച്ച സാധനങ്ങളൊക്കെ അടിപൊളിയാണ്, നല്ല ചായയാണ്. മസാല ചായ ആയാലും ശരി, നോർമൽ ടീ ആയാലും ശരി, ഏലക്ക ചായ ആയാലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് ഇത് പുറത്തുനിന്ന് കിട്ടൂല എന്നാണ് പറഞ്ഞിട്ടില്ലേ. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞു. ബാക്കിയെല്ലാം എക്സ്പോർട്ട് ചെയ്യില്ല പോലും, ഇവിടെ സെയിലില്ല എന്ന് പറഞ്ഞു. ഔട്ട് ഓഫ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഈ പറഞ്ഞ കുറച്ച് ചായപ്പൊടി എന്തായാലും പർച്ചേസ് ചെയ്യും. കാരണം നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് നോർമൽ ടീ പ്രോസസ്സ് ചെയ്യുന്ന സംഭവങ്ങളാണ്. വൈറ്റ് ടീ എന്ന് പറയുന്നത് പ്രോസസ്സിങ് ഒന്നുമില്ല. മേലെ നിന്ന് ബഡ് മാത്രം കട്ട് ചെയ്തിട്ട് അത് ഒന്ന് ഡ്രൈ ആക്കും, എന്നിട്ട് അത് പൊടിച്ചെടുക്കും. അതാണ് വൈറ്റ് ടീ എന്ന് പറയുന്നത്. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഓക്കെ. പിന്നെ ഉള്ളത് പിന്നെ പറഞ്ഞത് ഗ്രീൻ ടീ അല്ലേ. ഗ്രീൻ ടീൻ്റെ പ്രോസസ്സിങ് വേറെയാണ്. ഇപ്പം നമ്മൾ കണ്ടത് നോർമൽ ടീൻ്റെ പ്രോസസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ചായപ്പൊടിയും കൂടി പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് വിടാം. നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റ് ടീ ആണ് കേട്ടോ. ഇതിന് 3 ലീഫ് വെച്ചിട്ട് ചെയ്താൽ മതി. 500 റുപ്യാണ് ഈ ഒരു പാക്കറ്റിന്. നോർമൽ ടീ ഇതിന് എത്ര 250 ഇത് 250. മസാല ഇത് ഗ്രീൻ ടീ അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തേട്ടാ. കുറച്ച് ചായപ്പൊടിയും കുറച്ച് ചോക്ലേറ്റിലും ഇടുന്ന് വാങ്ങിച്ച്. ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. നല്ല അടിപൊളി ക്വാളിറ്റി. നമുക്ക് കുടിക്കുമ്പോൾ തോന്നിനി നാട്ടിലെത്തിയിട്ട് എന്താ അവസ്ഥ എന്ന് കുറച്ചറിയാം. ഒരു ചായപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ സ്റ്റേജ് ഇവിടെ വരെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്ലക്കിങ്, അതായത് പറിക്കുക, പിന്നെ വെയിറ്റിംഗ്, തൂക്കിയിട്ട് അവിടെ നിന്ന് എടുക്കുക, പിന്നെ ലീഫ് ട്രാൻസ്പോർട്ട് ബൈ ലോറിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഫാക്ടറിയിൽ എത്തിക്കുന്നത്. അതായത് നമ്മൾ ഇതുപോലുള്ള ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്. അതിനുശേഷം വിതറിങ് എന്നുള്ള ആ സംഭവം അവിടെ കണ്ടില്ല, മേലെ കണ്ടില്ല. ഫസ്റ്റ് ക്ലീൻ ചെയ്യുക, എന്നിട്ട് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ആ സംഭവത്തിൽ. പിന്നെ റോളിങ് എന്ന് പറഞ്ഞാൽ ക്രഷ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിനാണ് ഈ പറയുന്നത്. പിന്നെ ഗൂഗി സ്വിഫ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെ, ആ ഒരു പ്യൂരിഫൈ ചെയ്യുന്ന സംഭവമില്ലേ അത്. പിന്നെ ഫെർമെൻറ്റേഷൻ, അതിനുശേഷം ഡ്രൈയിങ് വരുന്നുണ്ട്. ഡ്രൈയിങ് കഴിഞ്ഞതിന് ശേഷം ഗ്രേഡിങ് വരുന്നുണ്ട്. പിന്നെ ബൾക്ക് പാക്കിങ്, അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഏത് രീതിയിലേക്കാണ് വെച്ചാൽ. പിന്നെ സ്റ്റോറിങ്, ടേസ്റ്റിംഗ് മാത്രം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടീ ഓപ്ഷൻ അങ്ങനെ സംഭവം, എന്തോ ക്വാളിറ്റി ചെക്കിങ് അങ്ങനത്തെ സംഭവമായിരിക്കും. പിന്നെ
പാക്കറ്റിങ് പാക്ക് ചെയ്യുന്നു, പിന്നെ ടീ കപ്പ് ചായ കപ്പിലേക്കാവുന്നു. അതിനുശേഷം ഇവനെ പോലത്തെ മോയന്തികൾ കുടിക്കുന്നു. അപ്പോൾ തീർന്നു. അപ്പോൾ എന്തായാലും ചങ്ങായിമാർ ഇന്ന് നമ്മൾ ഡോൾഫിൻസ് ഹൗസിലേക്കും കൂടി പോകാമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും പക്ഷേ ടീ ഫാക്ടറിയിൽ നമുക്ക് കുറച്ചും കൂടി കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ല കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഊട്ടിയിൽ ടീ ഫാക്ടറി ഉണ്ട്. അത് നിങ്ങൾക്ക് റഷ് കാരണം കിട്ടാത്തൊരവസ്ഥ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. 30 റുപ്യ എൻട്രി ഫീ 30 റുപ്യ ഉണ്ട്. ആരും മറക്കണ്ട, 30 റുപ്യ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ 40 റുപ്യേൻ്റെ ചായ കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഡോൾഫിൻസ് ഹൗസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത വീഡിയോ കാണിക്കുക. വെറുതെ കുറേ ലെങ്തി വീഡിയോ ആക്കിയിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ബൈ.